ഹായ് ഗായ്സ്, വെൽക്കം ടു അഞ്ജനി ആൻഡ് വ്ലോഗ്സ്. അപ്പൊ ഇന്ന് ഞാൻ ഒത്തിരി നാളായിട്ട് ഹെയർ കട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അപ്പൊ ഒരു ഓൾമോസ്റ്റ് 2 years ആയി ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട്. അപ്പൊ ഇന്ന് നമ്മള് ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോ ഓൾമോസ്റ്റ് ഈ ലെങ്തിലാണ് എന്റെ ഹെയർ ഉള്ളത്. അപ്പൊ ഈ ലെങ്തിലുള്ള ഹെയർ ഇപ്പോ ഇവിടെ വരെ എന്തോ ഉണ്ട്. അപ്പൊ ഈ ലെങ്തിലുള്ള എന്റെ ഹെയർ ഞാൻ കട്ട് ചെയ്ത് അത് ലെയർ ചെയ്യണോ, യൂസ് ചെയ്യണോ, ലെങ്ത് കുറയ്ക്കണ്ടേ എന്നൊക്കെ എനിക്ക് ഡൗട്ടാണ്. എന്നാലും നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇനി ഞാൻ ആഫ്റ്റർ ഇടുന്നതാണ്. അപ്പൊ കാണുന്നവരെ ബൈ ബൈ. ഹായ് ഗായ്സ്, അങ്ങനെ മുടി കെട്ടാനായിട്ട് റെഡിയായി ഞാൻ പോവാണ് ഗൈസ്. ഇനി എനിക്ക് തിരിച്ചു വരുമ്പോ സങ്കടമാണ് എന്റെ മുടിയൊക്കെ വെട്ടാൻ. മുടി വെട്ടിയിട്ട് ഇനി ബാക്കി വീഡിയോ കാണിക്കാം. ചേരുന്നുണ്ടോ വീഡിയോ എന്ന് കമന്റ് അറിയിക്കണം. ഹായ്, അപ്പൊ ഞങ്ങളിങ്ങനെ മുടി വെട്ടാനുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഹെയർ കട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ കൂടെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയുടെ അമ്മയാണ്, അനിത ചേച്ചിയാണ് ഞങ്ങൾക്ക് ഇന്ന് ഹെയർ കട്ട് ചെയ്ത് തരുന്നത്. ചേച്ചിക്കും ഒരു സലൂണൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചിയുടെ എല്ലാ സർവീസസും നല്ലതാണ്. അപ്പം ഞാൻ ഹെയറൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ചേച്ചിയും അവിടുത്തെ സർവീസുകളും അവിടുത്തെ ഇതും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ഹെയർ കട്ടൊക്കെ കാണിച്ചു തരാം, ഹെയർ കട്ട് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചേച്ചിയുടെ സർവീസസ് ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ചേച്ചി എങ്ങനെയാണ് ഹെയർ കട്ട് ചെയ്യുന്നതെന്നും അതിന് ശേഷം എൻ്റെ ഫേസിനും ഈ ഹെയറിനും ഒക്കെ സ്യൂട്ടായിട്ടാണോ ചേച്ചി ഹെയർ കട്ട് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഇതെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം ഇടാം അല്ലേ. അപ്പോൾ കണ്ട് എല്ലാവരും, അപ്പം ഞാൻ അതിന് മുന്നേ വീഡിയോ എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അതിന് മുന്നേ എങ്ങനെയാണ് എന്ന് അറിയണമല്ലോ, റിസൾട്ടും ഇതും അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ എടുക്കുന്നത്. അപ്പോൾ കണ്ടതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം അല്ലേ, സർവീസ് നല്ലതാണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സീ. നമുക്ക് അനിത ചേച്ചിയുടെ അവിടെ എത്താം. ഞങ്ങളിപ്പോൾ ഓൺ ദ വേ ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 minutes കൂടിയാണ് കാണിക്കണേ. അപ്പോൾ അതിനുശേഷം ഞാൻ ബാക്കിയുള്ള വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഫോട്ടോ എടുക്കുക. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മള് അനിത ചേച്ചിയുടെ അടുത്ത് എത്തിയേക്കാണ്. ഇതാണ് ഞാൻ പറഞ്ഞ അനിത ചേച്ചി. അനിത ചേച്ചി ഒരു ഹായ് കൊടുത്തേ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ അനിത ചേച്ചി. അപ്പൊ അനിത ചേച്ചി ഓൾറെഡി ഒരാളുടെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി ഹെയർ ഒക്കെ വാഷ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്കിനി ആളുടെ ഹെയർ കട്ട് കഴിഞ്ഞതിന് ശേഷം ആളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും ഒക്കെ അറിയാം. അപ്പോ ടിൽ ദെൻ വി വിൽ വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇതാണ് ഹെയർ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ലുക്ക്. അപ്പോൾ നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. സോ ലെറ്റ് സീ എങ്ങനെയാണ് ഹെയർ കട്ടിങ് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ഫൈനൽ ലുക്കിന് കാണണ്ടേ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്, eagerly waiting to see the final look. അപ്പോൾ ചേച്ചി ഹെയർ കട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇനി ബാക്കി വിശേഷങ്ങൾ ലാസ്റ്റ് കാണിക്കാം. ഓക്കെ, കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിനി സെറ്റിങ്ങിലേക്ക് പോവാണ്. സോ സെറ്റിങ് കഴിഞ്ഞ് കാണാട്ടോ. സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹെയർ. ഡ്രൈ ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്ത് നമ്മൾ കാണിക്കാം.
നമ്മുടെ ഫ്രണ്ടിന്റെ ഫൈനൽ ലുക്കാണിത്. അപ്പോ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞു. ഒന്ന് മുഖം സ്ട്രൈറ്റിലായിട്ട് നോക്ക്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പൊ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് റിയോണ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഒരുപാട് നന്നായിട്ടുണ്ട്. ഞാൻ ചേച്ചി പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. സൂപ്പർ. അപ്പോ ബിയോണയുടെ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾ കേട്ടല്ലോ. അപ്പോ ഇനി അടുത്ത ആളുടെ ഹെയർ കട്ടിന് ശേഷം നമുക്ക് അടുത്ത ആളുടെ വ്യൂ കൂടെ കാണാം. ഇതാണ് ബിയോണയുടെ ഹെയർ കട്ടിന്റെ ഫുൾ വ്യൂ. ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മുടെ ബിയോണയ്ക്ക് ഹെയർ കട്ടൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോ ബിയോണ ചേച്ചിനോട് അഭിപ്രായങ്ങൾ പറയാം. അപ്പോ ചേച്ചി, അപ്പൊ നമ്മളിനി അടുത്ത പ്രാവശ്യം കാണുന്നവരെ ചേച്ചി. അപ്പൊ ബിയോണയുടെ ഹെയർ കട്ട് കഴിഞ്ഞു. അപ്പൊ ഇനി രണ്ടുപേര് വെയിറ്റിംഗ് ആണ്. അപ്പൊ ഇനി അവരുടെയും കൂടെ ഹെയർ കട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വിശേഷങ്ങൾ കാണാം. ബിയോണ ഭയങ്കര ഹാപ്പിയാണ്, കണ്ടോ? ഹാപ്പി ആയിട്ട് ഷൈ ആയിട്ടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ബിയോണ. അങ്ങനെ നമ്മൾ അടുത്ത ആളുടെ ഹെയർ കട്ടിലേക്ക് പോവാണ്. ഇതാണ് ഹെയർ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ലുക്ക്. അപ്പോ നമുക്കിനി ഹെയർ കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് കാണാം. അപ്പൊ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞ കുട്ടി സെറ്റ് ആയിരിക്കാണ് മുടി വെട്ടാൻ. അപ്പൊ മുടി വെട്ടിയിട്ട് കാണാം. അങ്ങനെ നമ്മളുടെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ആളുടെ ഹെയർ കട്ടിന്റെ ഫൈനൽ ലുക്ക്. അപ്പോ ലെയർ ആയിട്ടാണ് ഹെയർ കട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്കിനി സെറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം വേറൊരു ലുക്കിൽ ആളെ കാണാം. അപ്പോ ഇതാണ് നമ്മുടെ ആളുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ആളുടെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞു. ഇതാണ് ബാക്കിലെ ലെയേഴ്സ്. ഇത്രയും ലെയേഴ്സാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒട്ടും വോളിയം ഇല്ലാത്ത ഹെയർ ആയതുകൊണ്ട് തന്നെ ഇത്രയും ലെയേഴ്സ് കൊടുത്തപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല വോളിയം ആയിട്ട് തോന്നുന്നുണ്ട്. കുറച്ച് എന്താ പറയാ, കുറച്ച് ബുഷി ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആളുടെ ഫ്രണ്ട് ലുക്ക് ഇതാണ്. അപ്പോൾ ആള് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. ശ്യാമിനി ഇവിടെ നോക്കൂ, അഭിപ്രായം പറയൂ. ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടു. അപ്പോ നമുക്ക് ഇനി അടുത്തത് എന്റെ ഹെയർ കട്ടാണ്. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം. ഹായ് ഗായ്സ്, അങ്ങനെ ഞാനിപ്പോ അടുത്തതായിട്ട് എന്റെ ഹെയർ ഒക്കെ ഒന്ന് വാഷ് ചെയ്യാൻ പോവാണ്. വാഷ് ചെയ്ത് സെറ്റ് ചെയ്ത് വന്നിട്ട് വേണം നമുക്കിനി ഹെയർ കട്ട് ചെയ്യാൻ. അപ്പൊ ഹെയർ കട്ടിന് ശേഷം നമുക്ക് കാണാം. ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എൻ്റെ ഹെയറിന്റെ വോളിയം ഒട്ടും ഉണ്ടാവില്ല, എനിക്കറിയാം. തീരെ ഇവിടെ ചൂടൊക്കെ ആയതുകൊണ്ട് ദോഹയിൽ ഭയങ്കരമായിട്ട് ഹെയർ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഹെയർ വാഷ് കഴിഞ്ഞു. ട്രീറ്റ്മെൻ്റ് ഒന്നും തൽക്കാലം ഞാൻ എടുത്തിട്ടില്ല. കുറേ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടി. അപ്പോൾ അത് നെക്സ്റ്റ് ടൈം എടുക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഹെയർ കട്ടിന് ശേഷമുള്ള വിശേഷങ്ങളും ഹെയർ കട്ടിനിടയിലുള്ള വിശേഷങ്ങളും ഒക്കെ ഇനി അങ്ങോട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ഇതാണ് എൻ്റെ ഹെയറിന്റെ വോളിയം. ഹെയർ വാഷ് ചെയ്തതിന് ശേഷമുള്ള വോളിയം ഇത്രമേ ഉള്ളൂ. അപ്പൊ ഇനി ഹെയർ കട്ട് ചെയ്തതിന് ശേഷം നമുക്കറിയാം എന്തോരം വോളിയം ആയിട്ട് ഹെയർ കിടക്കും എങ്ങനെയാണ്. അപ്പൊ ഞാൻ ആക്ച്വലി കുറച്ച് ലെയർ ആയിട്ട് ബട്ടർഫ്ലൈ ലെയേഴ്സ് പോലെയൊക്കെയാണ് പറഞ്ഞേക്കണേ. അപ്പൊ നമുക്ക് കട്ടിങ്ങിന്റെ ഇടക്കും ബാക്കി കട്ട് ചെയ്തതിന് ശേഷവും ബാക്കി അറിയാം. അങ്ങനെ എൻ്റെ ഹെയർ കട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹെയർ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ ഇടക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ക്ലിപ്പ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം എൻ്റെ ഹെയർ കട്ട് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതാണ് എൻ്റെ ഹെയർ കട്ട് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. ഇനി പുറകിൽ നിന്നുള്ള ലുക്കും കൂടെ കാണിച്ചു തരാം. ഇതാണ്, ഇങ്ങനെയാണ് എൻ്റെ ഹെയർ ഇപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം പുറകിൽ നിന്ന് കിടക്കുന്നത്. അപ്പോൾ ഇനി കട്ട് ചെയ്ത് ഇങ്ങനെ വോളിയത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇനി ഇതിപ്പോൾ ഹെയർ കട്ടിന് ശേഷം ഇപ്പോൾ സെറ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. അപ്പോ ചേച്ചി കാണിച്ചു തരാണ്. പോണിയായിട്ട് കെട്ടിയാൽ ഇത്രയും വോളിയത്തിലാണ് ഇരിക്കുക. അപ്പോ ഫ്രണ്ടിൽ എനിക്ക് കുറച്ച് ഫ്രണ്ടിൽ ഹെയർ വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പുറകിൽ പോണി കെട്ടിയാനുള്ള രീതിയിലും ഫ്രണ്ടിൽ എനിക്ക്
ഫ്രിൽസ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഷോർട്ടായിട്ട് ഹെയർ ഫ്രണ്ടിൽ വേറെയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കാണാം കേട്ടോ. ഹായ് ഗായ്സ്, അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. അപ്പൊ ഇവിടെ താഴെ മാത്രം ഞാൻ കുറച്ച് ലെയേഴ്സ് കൊടുക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ എനിക്ക് കുറച്ച് ലെയേഴ്സ് കട്ട് ചെയ്ത് തന്നു. അപ്പൊ ഇതാണ് എന്റെ ഫ്രണ്ടിലെ ലുക്ക്. കണ്ടോ, ഇങ്ങനെ എനിക്ക് സ്റ്റൈലായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നിങ്ങൾ ഹെയർ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പൊ അനിത ചേച്ചി ഞങ്ങൾക്ക് 3 പേർക്കും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിലും നന്നായിട്ട് ഹെയർ ഒക്കെ കട്ട് ചെയ്തു. പിന്നെ പ്രൈസിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഞാൻ പറയുന്നതാണ്. നിങ്ങൾക്ക് ഡിസ്കൗണ്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോ സ്റ്റേ ട്യൂൺഡ്. ഞാനിത് 3 പാർട്സ് ആയിട്ടായിരിക്കും വീഡിയോസ് ഇടുന്നത്. അപ്പൊ എല്ലാരും വീഡിയോ കാണുക, അനിത ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുക. സോ ലെറ്റ്സ് സീ ദി നെക്സ്റ്റ് ടൈം. താങ്ക് യു. ഹായ് ഗായ്സ്, അപ്പോ ഇതാണ് അനിത ചേച്ചി. അപ്പൊ അനിത ചേച്ചിയുടെ പാർലറാണ് എൽനോറ. അപ്പൊ അനിത ചേച്ചി വീട്ടിലാണ് സർവീസസ് ഒക്കെ ചെയ്തു കൊടുക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള സർവീസസ് ആണ്. നിങ്ങൾക്ക് എന്റെ ഹെയർ കണ്ടാൽ തന്നെ അറിയാം. ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും നന്നായിട്ട്, നമ്മൾ പറയുന്ന രീതിയിലും അതിലും നന്നായിട്ട് പുള്ളിക്കാരി എല്ലാം കട്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് സൂപ്പർ ആയിട്ടുണ്ട്. എന്റെ മാത്രമല്ല, എന്റെ ഫ്രണ്ടിന്റെ ഹെയർ കട്ട് ചെയ്തതും അനിത ചേച്ചി തന്നെയാണ്. അപ്പോ എല്ലാവരും അനിത ചേച്ചിയുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എൽനോറ എന്ന് ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്താൽ ലിങ്ക് കിട്ടും. ഞാൻ പിന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഇടുന്നതാണ്. അപ്പൊ അനിത ചേച്ചിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അനിത ചേച്ചി വീട്ടിലാണ് സർവീസസ്. അനിത ചേച്ചി വേറെ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ ഹെയർ ട്രീറ്റ്മെന്റ്സ് എല്ലാം ചെയ്യും. ഓക്കെ. ഹെയർ സ്പാ, നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെന്റ്, ഓക്കെ, ബോട്ടക്സ്, പ്രോട്ടീൻ, കെരാറ്റിൻ, സ്ട്രൈറ്റനിങ് എല്ലാം ചെയ്യും. പിന്നെ ഹൈലൈറ്റ് കളറിങ്, ഫേഷ്യൽസ് എല്ലാം ചെയ്യും. എല്ലാം ചെയ്യും തുടങ്ങും. എനിക്ക് പെഡിക്യൂർ ബേസിക് ആയിട്ടുള്ളത് ചെയ്യും. ഓക്കെ. അപ്പോ ഈ പറഞ്ഞ സർവീസുകളൊക്കെ അനിത ചേച്ചിക്ക് ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ട ആൾക്കാരെ എന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ്. അപ്പൊ എല്ലാവരും അനിത ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇനിയും മുന്നോട്ട് അനിത ചേച്ചിയുടെ സർവീസ് ആവശ്യമാണ്. അനിത ചേച്ചി തീർച്ചയായും ഞങ്ങൾ ഇനിയും തിരിച്ചു വരും. അപ്പോ അനിത ചേച്ചി കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഡിസ്കൗണ്ട്സും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾക്കും തരും. അപ്പൊ നിങ്ങൾ എല്ലാവരും അനിത ചേച്ചിയുടെ അടുത്ത് വരിക, സർവീസസ് ഒക്കെ യൂസ് ചെയ്യുക. ബൈ ബൈ, സീ യു ടിൽ നെക്സ്റ്റ് ടൈം.